നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന ചെറുമുക്ക് ആമ്പൽപ്പാടത്തെ പ്ലാസ്റ്റിക് ശുചീകരിച്ചതിന് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയ്ക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷിന്റെ അഭിനന്ദനം. ചെറുമുക്ക് പ്രദേശത്ത് 300 ഹെക്ടറിൽ പരം വ്യാപിച്ചു കിടക്കുന്ന ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി വയലിൽ വഞ്ചിയിറക്കി ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 1000-ൽ പരം പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ചിരുന്നു. ഇത് പത്രമാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് അഭിനന്ദനമറിയിച്ച് കൂട്ടായ്മയ്ക്ക് കത്തയച്ചത്. കഴിഞ്ഞ ദിവസമാണ് കൂട്ടായ്മയ്ക്ക് കത്തയച്ചുകൊണ്ട് അഭിനന്ദനം അറിയിച്ചതായി കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് അറിയിച്ചു. അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മഴക്കാലത്ത് വെള്ളം ഉയരുന്ന സമയത്ത് കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് ജലപ്പരപ്പിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ പ്രവർത്തകർ വയലിൽ വഞ്ചി ഇറക്കി മുന്നോട്ടിറങ്ങുകയായിരുന്നു. ദിനംപ്രതി വയലിലെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ധാരാളമായി കാണപ്പെടുന്നുണ്ട്. അനാവശ്യ പ്ലാസ്റ്റിക് ഉപയോഗവും അലക്ഷ്യമായ സംസ്കരണവും പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കിയതോടെയാണ് ചെറുമുക്ക് കേന്ദ്രീകരിച്ച് സാമൂഹ്യ സേവന പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന നാട്ടുകാരും കൂട്ടായ്മ പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയതെന്ന് കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് നിറഞ്ഞിരുന്ന പ്ലാസ്റ്റിക് കുപ്പികളടക്കമുള്ള മാലിന്യങ്ങൾ ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ പ്രവർത്തകർ ഒത്തുചേർന്ന് നീക്കം ചെയ്ത് ആമ്പൽക്കുളം ശുചീകരിച്ചുവെന്ന് അറിഞ്ഞെന്നും വളരെ പ്രശംസനീയമായ പ്രവർത്തനമാണ് താങ്കൾ കൂടി പങ്കെടുത്ത് അവിടെ നടത്തിയിരിക്കുന്നതെന്നും തികഞ്ഞ സാമൂഹ്യ ബോധത്തോടെ ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ നടത്തിയ ഈ പ്രവർത്തനം സംസ്ഥാനമാകെ നടത്തുന്ന മാലിന്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുന്നതാണെന്നും ജനങ്ങളുടെ പൂർണ്ണ സഹകരണം ലഭിച്ചാൽ മാത്രമേ മാലിന്യമുക്തം നവകേരളം എന്ന ലക്ഷ്യം നമുക്ക് നേടാൻ കഴിയൂവെന്നും മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ പ്രവർത്തകരെയാകെ തൻ്റെ പ്രശംസ അറിയിക്കുന്നതായുമാണ് മന്ത്രിയുടെ അഭിനന്ദന കത്തിൽ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുരങ്ങാടി.